നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി സാവരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. അതിക്രൂര മർദ്ദനമേറ്റിരുന്നു ഈ പെൺകുട്ടിയെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. കേട്ടാൽ പകച്ചു പോകുന്ന അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തലച്ചോറിന് വരെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി സംഭവിച്ചു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് വരുന്നത്. അതിന് മുന്നേ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സംഭവം പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്താണ് ഹരിപ്പാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. തലക്കേറ്റ അടിയാണ് സാവരിയുടെ മരണകാരണമെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി. കാല് മുതൽ തല വരെ ശരീരമുടനീളമുള്ള ചതവുകളെക്കുറിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന കുറ്റകൃത്യമായതിനാൽ ഇന്ത്യൻ ഏജൻസികൾക്ക് ഈ സംഭവം അന്വേഷിക്കുന്നതിൽ വലിയ പരിമിതിയുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് സാവരിയുടെ മരണത്തിൽ കേസ് ചുമത്തി. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ സഹപാഠി സദറുൽ അനാമിനെതിരെയാണ് കേസ്. BNSS 208 വകുപ്പ് അനുസരിച്ച് മറ്റൊരു രാജ്യത്ത് വെച്ച് ഇന്ത്യക്കാർ ഉൾപ്പെട്ട കുറ്റകൃത്യം നടന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഇന്ത്യയിൽ വിചാരണ നടത്താനും വ്യവസ്ഥയുണ്ട്. സാവരിയുടെ കേസിൽ ഉസ്ബെക്കിസ്ഥാനിലെ വിചാരണ നടപടികൾ നിരീക്ഷിച്ച ശേഷം ആവശ്യമെങ്കിൽ ഈ വ്യവസ്ഥ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് കേസ് ലോക്കൽ പോലീസിൽ നിന്നും കേസിന്റെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതേസമയം സാവരിയുടെ മാതാപിതാക്കളെ വീട്ടിലെത്തി നേരിൽ കണ്ടിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിനുശേഷമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയത്. കുട്ടിയുടെ രക്ഷിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും മൊഴി ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തും. സദറുൽ അനാം സാവരിയെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. എല്ലാ ആരോപണങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കാം. കുട്ടിയുടെ നട്ടലിന് പൊട്ടലുണ്ടായിരുന്നുവെന്നും ശരീരമാസകല മർദ്ദനമേറ്റ ചതവുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ്. കൊടിയ പീഡനമാണ്, ക്രൂര പീഡനമാണ് സാവരിയ ബസന്ത് നേരിട്ടത്. പെട്ടെന്ന് തോന്നിയിട്ട് ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചു കൊന്നതല്ലെന്നും അവളുടെ ശരീരം മുഴുവൻ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധു ജനീഷ് പറഞ്ഞു. കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ചു കൊന്നതെന്നൊന്നല്ല, വളരെ ക്രൂരമായി ചെയ്തിരിക്കുന്നതാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥ പറഞ്ഞത്. സാവരിയോട് മതം മാറാൻ പ്രതി സദറുൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞതെന്നും അതവർ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ സാവരി അതിന് സമ്മതിച്ചിരുന്നില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത്. അവസാന നിമിഷം എന്താണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല എന്നും ആ കുട്ടികൾ പറഞ്ഞു എന്നാണ് ജനീഷിൻ്റെ പ്രതികരണം. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു സാവരിയായും പ്രതി സദറുൽ അനമും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരും ഹോസ്റ്റൽ മുറിയിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ സദറുൽ അനം പെട്ടെന്ന് പ്രകോപിതനായി ലാപ്ടോപ്പ് കൊണ്ട് സാവരിയുടെ തലയ്ക്കടിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. രക്തത്തിൽ കുളിച്ച് ബോധരഹിതയായി വീണ സാവരിയെ ഇയാൾ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തലച്ചോറിലെ രക്തസ്രാവമാണ് സാവരിയുടെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയ്ക്ക് പിന്നിൽ 2 തവണ അടിച്ചതിൻ്റെ അടയാളങ്ങളുണ്ട്. നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ട്. പുറത്തും വയറ്റിലും ചവിട്ടേറ്റതിൻ്റെ പാടുകളുണ്ട്. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടിയ ശേഷമായിരിക്കും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടുക. ജൂലൈ 3-നാണ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ കൊല്ലപ്പെട്ടത്. 22 വയസ്സുകാരിയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട്ട് സുപ്രഭ ഭവനത്തിൽ ബസന്ത് മിനി സുപ്രഭ ദമ്പതികളുടെ മകളാണ് സാവരിയ. പ്രതി സദറുൽ അനം മുമ്പും പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളടക്കമുള്ളവർ പറയുന്നത്. മാത്രമല്ല സാവരിയുടെ ഹോസ്റ്റലിലെ സഹപാഠികൾ ബുഖാറ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി നേരത്തെയും വലിയ രീതിയിലുള്ള ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതടക്കമുള്ള മൊഴിയാണ് സഹപാഠികൾ നൽകിയിരിക്കുന്നത്. താഴെ വീണു എന്ന് പറഞ്ഞാണ് പ്രതി പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം പ്രതി കുറ്റം സമ്മതിച്ചില്ല. ഉസ്ബെക്കിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും നയതന്ത്ര കരാർ അനുസരിച്ച് പ്രതിയും ഇരയും ഇന്ത്യയിൽ നിന്നുള്ളവർ ആയതിനാൽ കേസ് വിട്ടു നൽകാൻ ഇന്ത്യക്ക് ആവശ്യപ്പെടാൻ സാധിക്കും. വിചാരണ അടക്കമുള്ള നടപടികൾ ഇന്ത്യയിലാകാനാണ് സാധ്യത. പ്രതിയുടെ കുടുംബവും വിചാരണ കേരളത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം പുതുക്കാട്ട് സുപ്രഭ ഭവനത്തിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സാവരിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 5:30യോടെയാണ് വീട്ടുവളപ്പിൽ ചിത ഒരുക്കിയത്. സാവരിക്കായി സഹോദരൻ സാവന്ത് തീ കൊളുത്തി ചിതയ്ക്ക്
പിലാപ്പുഴ ഗ്രാമം ഒന്നടങ്കം വളരെയധികം വേദനയിലാണ്. ഒരു 22-കാരി അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത അത് വലിയ രീതിയിലുള്ള നടുക്കമാണ് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉളവാക്കിയിരിക്കുന്നത്. മകളുടെ വേർപാടിൽ തകർന്നുപോയ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെ വിലാപം നാടിനെ ഒന്നാകെ വേദനിപ്പിച്ചിരിക്കുകയാണ്. മരണവിവരം അറിഞ്ഞ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരിച്ച സാവരിയുടെ കൊച്ചച്ഛൻ ജനീഷാണ് മൃതദേഹത്തെ നാട്ടിലേക്ക് അനുഗമിച്ചത്. ബുധനാഴ്ച രാവിലെയോടെ ഡൽഹിയിലെത്തിച്ച ഭൗതിക ശരീരം രാത്രി 10:30-ക്കുള്ള വിമാനത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 1:30-ഓടെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. അവിടെ നിന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം വൈകുന്നേരം 5 മണിയോടെ മൃതദേഹം ഹരിപ്പാട്ടെ വീട്ടിലെത്തിക്കുകയായിരുന്നു. ഡോക്ടർ ആകണമെന്നായിരുന്നു സാവരിയയുടെ ആഗ്രഹം. ആ ആഗ്രഹവുമായിട്ടാണ് മറ്റൊരു രാജ്യത്തേക്ക് സാവരിയ കടന്നത്. പക്ഷേ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ചേതനയേറ്റ ശരീരമായിട്ടാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ഒട്ടനവധി പ്രമുഖരും സാവരിയയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മൃതദേഹത്തിൽ റീത്ത് സമർപ്പിച്ചു. എന്തായാലും ഇയാൾക്കെതിരെ, അതായത് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയും 22-കാരനാണ് കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. സാവരിയുടെ പിതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് പ്രതിക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത്. സദറുൽ അനം ഉസ്ബെക്കിസ്ഥാനിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അതേസമയം പ്രതി സാവരിയെ ഉപദ്രവിക്കുമ്പോൾ ഹോസ്റ്റലിൽ സമയത്ത് മലയാളികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്നും ആരും സഹായത്തിന് എത്തിയില്ല എന്നതടക്കമുള്ള ഒരു ആരോപണവും കൂടി ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. സദറുൽ അനം നാട്ടിലേക്ക് വരാനിരിക്കവെയാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെ അരങ്ങേറിയത്. അതേസമയം KC വേണുഗോപാൽ MP ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായി ബന്ധപ്പെട്ടാണ് മൃതദേഹം വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കാൻ സാഹചര്യം ഒരുക്കിയത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെ നടപടികൾ വേഗത്തിലാക്കാൻ MP-യുടെ ഡൽഹിയിൽ ഓഫീസ് ഇടപെട്ടിരുന്നു. എന്തായാലും വളരെ കൊടും ക്രൂരത തന്നെയാണ് സാവരിയോട് ചെയ്തത്. മൃതദേഹത്തിൽ മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലും ഇല്ല എന്നാണ് കണ്ടവരൊക്കെ പറയുന്നത്. ശരീരമാസകല മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിക്കുകയും മൃതദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. അത്രയും ക്രൂരമായിട്ട് സാവരിയ കൊടും ക്രൂരത ഇയാളുടെ ഭാഗത്ത് നേരിട്ടു എന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ഒരു പ്രതിരോധം സൃഷ്ടിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ ആ ബന്ധം വിട്ടില്ല എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടേണ്ടതായിട്ട് തന്നെയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.